വന്നപ്പോൾ ഈ സമരത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ എത്ര തവണ ഉന്നയിക്കാൻ പറ്റുമോ ആ തവണ ഈ സഭയിൽ ഏറ്റവും ശക്തമായി ഉയർന്നു കേട്ടത് ആശ 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 എന്നായിരുന്നു ഈ പ്രാവശ്യത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ. കാരണം അത് ഞാൻ സഹോദരിമാരുടെ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. മന്ത്രിക്ക് പറയേണ്ടി വന്നു, ഇത് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കേണ്ടി വന്നു. പക്ഷെ വാക്കുകൾ കൊണ്ട് മാത്രമായില്ല, അത് ഗവൺമെന്റോടായി തുടങ്ങണം, ഉത്തരവുകൾ നടപ്പിലാക്കണം. സംസ്ഥാനങ്ങളെ കൂടി വിളിച്ചിരുത്തി ആശാവർക്കർമാർക്ക് ചെയ്യാൻ കഴിയാവുന്ന സംസ്ഥാനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നത് കേന്ദ്രം പറയണം. കണ്ടിട്ട് NSF സ്കീമിന്റെ ഭാഗമായിട്ടുള്ളതാണ്. 2005 ഇത് ആരംഭിക്കുമ്പോൾ സത്യമായിട്ട് വലിയ സ്കീമായിട്ടാണ് ആരംഭിച്ചത്. അന്ന് കൺസ്യൂമിംഗ് കാലഘട്ടമായിരുന്നു. പിന്നീട് മനസ്സിലാക്കിയത് ആരോഗ്യ മേഖലയിൽ ഏറ്റവും നല്ല സംഭാവന ചെയ്യുന്ന ഒരു വിഭാഗമാണ് ആശാപ്രവർത്തകർ മനസ്സിലാക്കിക്കൊണ്ടാണ് പിന്നീട് ഓണറേറി ഉണ്ടാക്കാനും വർദ്ധിപ്പിക്കാനും സർക്കാരുകൾ തയ്യാറായത്. അപ്പൊ ഇവരെ അവർക്ക് മനുഷ്യത്വത്തോടുള്ള സമീപനം സ്വീകരിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ ആവശ്യങ്ങൾ നേടുന്നവരെ നിരന്തര ജാഗ്രതയോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കണ്ണിലെണ്ണ ഒഴിച്ച് ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പുപോലെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കേരള സർക്കാരിന് മലയാളം ദുർവാശി വിടുക, തീരുമാനം വിടുക, ചർച്ച ചെയ്യുക, സഹായിക്കുക. ഈ പാവപ്പെട്ട സഹോദരിമാരെ സഹായിക്കുക. ഇവിടെ സമരം ചെയ്യുന്നവർക്ക് മാത്രമല്ലല്ലോ ആനുകൂല്യം കിട്ടുന്നത്. ആയിരക്കണക്കിന് ആശാപ്രവർത്തകര്, അവരുടെ കുടുംബങ്ങള്, അവരെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ, അവർക്കെല്ലാം ഇതിന്റെ സഹായം കിട്ടും. ഒരു സർക്കാരിനെ നന്മയുണ്ടാക്കേണ്ട പ്രവൃത്തിയാണത്. അത് ചെയ്യാതിരിക്കുന്നത്, ദുരഭിമാനത്തിന്റെ പേരിൽ ചെയ്യാതിരിക്കുന്നത് ഈ സമൂഹത്തോടുള്ള വെല്ലുവിളിയായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് കണ്ണു തുറക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സമയത്തിന് ഒരിക്കൽ കൂടി അഭിവാദ്യം നേർന്നുകൊണ്ട് വാർത്ത അവസാനിപ്പിക്കുന്നു. നന്ദി.